10 നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് നോട്ട് 10 ആണ്. അപ്പോൾ ഈ നോട്ട് 10 ഉള്ള മെത്തേഡാണ് ദ മെത്തേഡ് ഓഫ് false position or regular falsy method. Regular falsy method. ഈ മെത്തേഡാണ് നമ്മൾ ഈ നോട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബൈസെക്ഷൻ മെത്തേഡിൽ നമ്മൾ എന്ത് കണ്ടു? ബൈസെക്ഷൻ മെത്തേഡ് എങ്ങനെയായിരുന്നു? നമ്മൾ ആദ്യം A1 B1 ഇന്റർവെൽ എടുത്തു അല്ലേ. ഇനി എന്ത് ചെയ്യണം? നമ്മൾ A1 പ്ലസ് B1/2 കണ്ടിട്ട് നമ്മൾ P1 കണ്ടു. പിന്നെ നമ്മൾ ഏതിൻ്റെ ഇടയിലാണ് റൂട്ട് നോക്കണം അല്ലേ. അപ്പോൾ f(a1) കാൽക്കുലേറ്റ് ചെയ്തു, f(p1) കാൽക്കുലേറ്റ് ചെയ്തു, f(p1) കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ഈ f(a1)ൻ്റെയും f(p1)ൻ്റെയും ഓപ്പോസിറ്റ് സൈൻ ആണെന്നുണ്ടെങ്കിൽ റൂട്ട് ഇവിടെ ഉണ്ടാവും അല്ലേ. ഇവിടെയാണോ ഇതിൻ്റെ ഇടയിലാണോ ഓപ്പോസിറ്റ് സൈൻ എന്നുണ്ടെങ്കിൽ റൂട്ട് ഇവിടെ ആയിരിക്കും. എന്നിട്ട് നമ്മളിങ്ങനെ എന്ത് ചെയ്യുക? ഇതിന് രണ്ടിനാണ് ഓപ്പോസിറ്റ് സൈൻ എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ എടുക്കും, ഇന്റർവെൽ എടുക്കും. ഓക്കെ, നമ്മൾ പി എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെയാണ്. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? B1 എന്ന് വിളിക്കും, B2 എന്ന് വിളിക്കും. ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? A2 എന്ന് വിളിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും P2 കാൽക്കുലേറ്റ് ചെയ്യും അല്ലേ. P2 കാൽക്കുലേറ്റ് A2 പ്ലസ് B2/2 വെച്ചിട്ട് നമ്മൾ ഇവിടെ P2 ആണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ സൈന് നോക്കും. ഓപ്പോസിറ്റ് സൈൻ നോക്കിയിട്ട് നമ്മൾ ഇവിടെ ഇതിൻ്റെ ആയിരിക്കും ഓപ്പോസിറ്റ് സൈൻ അല്ലേ. ഇവിടെ എന്തല്ലേ പി. അപ്പോൾ എന്താണ്? ഇതിനെ നമ്മൾ A3 എന്ന് വിളിക്കും, B3 എന്ന് വിളിക്കും. എന്നിട്ട് പിന്നെ ഇങ്ങനെ P3 കാണും അല്ലേ. അങ്ങനെ ബൈസെക്റ്റ് ചെയ്ത് ആണ് നമ്മൾ റൂട്ട് കാണുക ബൈസെക്ഷൻ മെത്തേഡിൽ. ഓക്കെ, അപ്പോൾ each successive pair of approximations in the bisection method brackets a root p of the equation. നമ്മളിങ്ങനെ എന്ത് ചെയ്യാണ്? ആ പി എന്നുള്ള ഒറിജിനൽ റൂട്ട് ഉള്ള ആ ഒരു ഇതിലേക്ക് ഇങ്ങനെ ബ്രാക്കറ്റ് ചെയ്ത് വരികയല്ലേ ചെയ്യുന്നത് ഈ ബൈസെക്ഷൻ മെത്തേഡിൽ. ഓക്കെ, അതായത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഫോർ ഈച്ച് പോസിറ്റീവ് ഇൻറ്റീജർ n എ റൂട്ട് ലൈസ് ബിറ്റ്വീൻ an ആൻഡ് bn. നമ്മൾ എന്താണ് ഈ റൂട്ട് നമ്മൾ P1 P2 P3 P4 എക്സെട്ര അതിങ്ങനെ പോവല്ലേ, പി എന്നുള്ളതിലോട്ട് പോവല്ലേ. അപ്പോൾ ഈ റൂട്ട് ഏതിൻ്റെ ഇടയിലാണ് കിടക്കുന്നത്? P1 എന്ന് പറഞ്ഞത് ആരുടെ ഇടയിലാണ്? A1 B1 അല്ലേ. അതുപോലെ P2 ആരല്ല? A2 B2. അപ്പോൾ എന്താണ് നമുക്ക് ഫോർ ഈച്ച് ഇൻറ്റീജർ n ദ ബൈസെക്ഷൻ മെത്തേഡ് എന്താണ്? എ റൂട്ട് ലൈസ് ബിറ്റ്വീൻ an ആൻഡ് bn. ഈ ഇൻ്റർവെല്ലിലാണ് നമ്മൾ ആ റൂട്ട് ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അപ്പോൾ നമുക്ക് എന്ത് പറയാം? മോഡ് Pn - P ലെസ് ദാൻ 1/2 മോഡ് an - B എന്ന് പറഞ്ഞൂടെ. നമ്മൾ ബൈസെക്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയല്ലേ, ഏറ്റവും ഇതിൻ്റെ മിഡിലിൽ തിരുത്ത് ഇങ്ങനെ വരികയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ Pn Pയും തമ്മിലുള്ള ഈ ഡിഫറൻസ് എന്തായിരിക്കും? ഇതിനേക്കാൾ ചെറുതായിരിക്കും. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ഈ ഇതില്ലേ. ഓക്കെ, അപ്പോൾ പക്ഷെ നമ്മൾ ന്യൂട്ടൺസ് മെത്തേഡും സീക്കൻഡ് മെത്തേഡാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ ആ രണ്ട് മെത്തേഡിലും നമ്മളിങ്ങനെ എന്താണ് ബൈസെക്റ്റ് ചെയ്യുക അങ്ങനത്തെ ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പോൾ ബൈസെക്ഷൻ മെത്തേഡിൽ നമ്മൾ ഈ ഇൻ്റർവെല്ലിൽ എങ്ങനെ ചെറുതാക്കി വരും. ഈ പി എന്ന് പറഞ്ഞ നമ്മളെ റൂട്ടുള്ള ആ ഇൻ്റർവെല്ലിനെ നമ്മളിങ്ങനെ എന്താണ് ചെറുതാക്കി കൊണ്ടുവരാണ് ചെയ്യുന്നത് അല്ലേ. പക്ഷേ ന്യൂട്ടൺ മെത്തേഡിലും സീക്കൻഡ് മെത്തേഡിലും അങ്ങനെയൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ ഒരു പ്രോബ്ലം ചെയ്തിരുന്നു സീക്കൻഡ് മെത്തേഡിലും അതുപോലെ ന്യൂട്ടൺസ് മെത്തേഡിലും. f(x) എന്താണ്? cos x മൈനസ് എക്സ്. ഇതിൻ്റെ സൊല്യൂഷൻ എന്തായിരുന്നു? n 0 1 2 3 4 Pn. ഇത് ന്യൂട്ടൺസ് മെത്തേഡ്. സീക്വൻറ്റ് മെത്തേഡ്. ഇതിൽ 0 നമുക്ക് P1 കിട്ടിയത് 0.785 3981635
ഇവിടെ 0.7395 361,337. ഇത് 0.7390851781. 0.7390851332. 0.7390851332. സെക്കൻഡ് മെത്തേഡിൽ കറസ്പോണ്ടിങ് 0 ആവുന്ന സമയത്ത് നമുക്ക് പി എന്ന് കിട്ടിയത് 0.5. ഇവിടെ നമുക്ക് 0.7853981635. ഇത് 0.73384138. 0.7390581392. 0.3908. 0.851493. ഫിഫ്തിൽ ഇവിടെ N 0 0 1 2 3 4. ഫിഫ്ത്ത് സ്റ്റെപ്പിൽ 0.7390851332. ഓക്കെ, അപ്പോൾ നോക്കാം. ഈ ക്വസ്റ്റ്യനായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ റൂട്ട് എന്താ ഇതിൽ വരുന്നത്? ഈ ന്യൂട്ടൺസ് മെത്തേഡ് ചെയ്തപ്പോൾ നമുക്ക് റൂട്ട് കിട്ടിയത് 0.7390851332 അല്ലേ? ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ P0 അല്ലേ? ഇത് P1, ഇത് P2, ഇത് P3, ഇത് P4. അതുപോലെ ഇയാള് P0, ഇത് P1, P2, P3, P4, P5. അപ്പോൾ ഇതാണ് നമ്മൾ റൂട്ട് എന്ന് പറഞ്ഞു അല്ലേ? ഇത് രണ്ട് സെയിം ആണ്. അപ്പോൾ നമ്മളിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മളെ റൂട്ട്. അപ്പോൾ നോക്കാം, ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ബ്രാക്കറ്റിങ്, അതായത് നമ്മൾ ബൈസെക്ഷൻ മെത്തേഡിൽ നമ്മൾ പറഞ്ഞു എന്താണ്, നമ്മളിങ്ങനെ ആ റൂട്ടുള്ള എന്താണ് P എന്നുള്ള ആ റൂട്ടുള്ള ഇൻ്റർവെല്ലിൽ ഇങ്ങനെ ചെറുതാക്കി വരിക ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് ന്യൂട്ടൺസ് മെത്തേഡിലോ അതുപോലെ സീക്കൻഡ് മെത്തേഡിലോ അങ്ങനെ കാണാൻ കഴിയൂല എന്ന് പറഞ്ഞു. അത് കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ നോക്കാം, ഇതാണ് നമ്മളെ റൂട്ട് വരുന്നത് അല്ലേ? ഈ വാല്യൂ എന്താണ്? 0.7390851332 അല്ലേ? അപ്പം ഈ വാല്യൂ നോക്കാം, ഇതെത്ര വരുന്നത്? 0.7853981635. ഇത് 0.7395361337. ഈ വാല്യൂ ഇതിൻ്റെ ഇടയിൽ കിടക്കുന്നുണ്ടോ? ഇല്ല അല്ലേ? കാരണം ഇത് എന്താണ്? 0.3908 ആണ്. ഈ ഇതിൻ്റെ ഇടയിലല്ല ഇത് നമ്പർ കിടക്കുന്നത്. അതുപോലെ എന്താണ് ഈ ഇന്റർവെൽ, ഇത് P0ൻ്റെയും P1ൻ്റെയും ഇടയിലല്ല. അതുപോലെ P1ൻ്റെയും P2ൻ്റെയും ഒന്നും ഇടയിലല്ല ഇത് കിടക്കുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഈ റൂട്ട് എന്താണ്, നമ്മൾ റൂട്ട് ഇപ്പോൾ ഇതാണ് റൂട്ട് എന്ന് പറഞ്ഞില്ലേ? അതായത് P ആണ് ഇതിപ്പോൾ. അപ്പോൾ ഇതെന്താണ് ഇതിൻ്റെ ഇടയിലല്ല കിടക്കുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു ബൈസെക്ട് എന്താണ് നമുക്ക് ഈ ഇൻ്റർവെല്ലിൽ ഇങ്ങനെ ചെറുതാക്കി കൊണ്ടുവരുന്ന ആ ഒരു പ്രോസസ് ഇവിടെ നടക്കില്ല എന്നല്ല പറയാം. ഇനി ഇതിൻ്റെ കേസിലാണെങ്കിൽ നോക്കുക, 0.7390851332 എന്നാണ് ഇതിൻ്റെ റൂട്ട് വരുന്നത്. അപ്പോൾ ഇത് എന്താണ് ഇതിൻ്റെ ഇടയിലാണ് അല്ലേ? കാരണം എന്താണ് 0.5ന് 0.783853 ഇതിൻ്റെ ഇടയിലാണ്. ഓക്കെ, ഇതിൻ്റെ ഇടയിലാണ്. പക്ഷേ നമ്മൾ P2ൻ്റെയും P3ൻ്റെയും എടുക്കുമ്പോൾ ഇതിൻ്റെ ഇടയിലല്ല അല്ലേ? നമുക്ക് എന്താണ് P0ൻ്റെയും P1ൻ്റെയും അതുപോലെ P1ൻ്റെയും P2ൻ്റെയും P2 P3 ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ ലൈ ചെയ്യുന്നു എന്നുള്ള രൂപത്തിൽ കിട്ടിയാലാണ് നമുക്ക് ആ ഒരു എന്താണ് ആ ഒരു പ്രോപ്പർട്ടി എന്താണ് ഈ ബ്രാക്കറ്റിങ് നടക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ് ഇതിങ്ങനെ കിട്ടുന്നില്ല. അപ്പോൾ ഈ ഒരു സെക്കൻഡ് മെത്തേഡിലും ന്യൂട്ടൺ മെത്തേഡിലും ഇങ്ങനൊന്നും കിട്ടില്ല, ഇത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു മെത്തേഡ് പറയാൻ പോവാണ്. അപ്പോൾ പറഞ്ഞ കാര്യം ഈ ഒരു മെത്തേഡ് തമ്മിൽ റിലേഷൻ ഉണ്ട്. അതായത് നമുക്ക് സീക്കൻഡ് ഈ
അപ്പോൾ ഈ പറയാൻ പോണ മെത്തേഡ്, ദ മെത്തേഡ് ഓഫ് ഫാൾസ് പൊസിഷൻ അല്ലെങ്കിൽ റെഗുലർ ഫാൾസി മെത്തേഡ് എന്ന് പറഞ്ഞ മെത്തേഡ് സീക്കൻഡ് മെത്തേഡ് പോലെ തന്നെയാണ്. പക്ഷേ എക്സ്ട്രാ ഒരു കാര്യം കൂടെ വരുന്നതേ ഉള്ളൂ. ഈ ബ്രാക്കറ്റിങ് ഇൻക്ലൂഡ് വരുന്നു. The method of false position, also called regular falsi, generates approximations in the same manner as the secant method. നമ്മൾ secant method പോലെ തന്നെയാണ് ഈ മെത്തേഡ്. പക്ഷേ ഒരു കാര്യം, but it includes a test ensure that the root is always bracketed between successive iteration. ഓക്കെ, നമ്മൾ ബൈസെക്ഷനിൽ നമ്മൾ എന്താണ് ഇങ്ങനെ ബ്രാക്കറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ സീക്കൻഡ് മെത്തേഡും അതുപോലെ ന്യൂട്ടൺസ് മെത്തേഡിലും ഈ ഒരു ബ്രാക്കറ്റിംഗ് ഇല്ല. പക്ഷെ നമ്മൾ എന്താണ് മെത്തേഡ് ഓഫ് ഫാൾസ് പൊസിഷൻ, ഈ ഒരു മെത്തേഡിൽ എന്താണ് ഇത് സീക്കൻഡ് മെത്തേഡ് ചെയ്യുന്ന പോലെ തന്നെയാണ്. പ്ലസ് എന്താണ് നമ്മളെ ബ്രാക്കറ്റിങ്ങും കൂടെ ഇൻക്ലൂഡ് ആയി വരിക. അപ്പൊ എങ്ങനെയാണ് ഈ മെത്തേഡ് എന്ന് നോക്കാം. എന്താ ഈ മെത്തേഡ് പറയുന്നത് നോക്കാം. അപ്പൊ സ്റ്റെപ്സ് ഇൻ റെഗുലർ ഫാൾസി മെത്തേഡ്. സ്റ്റെപ്സ് നോക്കാം. Steps in method of false position or regular falsi method. ഫസ്റ്റ് എന്താണ്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നമ്മൾ ഫസ്റ്റ് ഇനീഷ്യൽ അപ്രോക്സിമേഷൻ ആയിട്ടുള്ള P0 P1 ചൂസ് ചെയ്യണം. നമ്മൾ സീക്കൻഡ് മെത്തേഡിലും അത് തന്നെയല്ലേ ചെയ്തത്. ന്യൂട്ടൺസ് മെത്തേഡിൽ നമുക്ക് P0 എന്ന് പറഞ്ഞ ഒറ്റ ആളേ ഉള്ളായിരുന്നു. സീക്കൻഡ് മെത്തേഡ് വന്നപ്പോൾ നമ്മൾ എന്താണ് P0 അതുപോലെ P1 എന്ന് പറഞ്ഞ രണ്ട് ഇനീഷ്യൽ അപ്രോക്സിമേഷൻ എടുത്തു അല്ലേ. ന്യൂട്ടൺസ് മെത്തേഡിന്റെ ഫോർമുല എന്തായിരുന്നു? ന്യൂട്ടൺസ് മെത്തേഡിൽ നമ്മൾ Pn കാണാൻ Pn ഈക്വൽ ടു Pn-1 മൈനസ് f of Pn-1 ഡിവൈഡഡ് ബൈ f ഡാഷ് ഓഫ് Pn-1 അല്ലേ. അപ്പോൾ നമ്മൾ അപ്പോൾ ഇവിടെ നമുക്ക് P0 കാണും, എന്നിട്ട് പിന്നെ P1 കാണാൻ നമ്മൾ ഈ ഇക്വേഷനിൽ കൊടുക്കും, P2 കാണാനും നമ്മൾ ഇതിൽ കൊടുത്ത് ചെയ്യാറാണ് ന്യൂട്ടൺസ് മെത്തേഡ്. അതുപോലെ സീക്കൻഡ് മെത്തേഡ് എന്തായിരുന്നു, നമുക്ക് ഇനീഷ്യൽ അപ്രോക്സിമേഷൻ ആയിട്ടുള്ള P0 P1 സെലക്ട് ചെയ്യണം. Pn എന്താ വരിക, ഇവിടെ നമ്മൾ ഈ ഡെറിവേറ്റീവ് വരുന്നതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ എല്ലാ പ്രോബ്ലംസിലും അങ്ങനെ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനെ മാറ്റിയാണ് ചെയ്യുന്നത് സീക്കൻഡ് മെത്തേഡിൽ. അപ്പോൾ എന്താണ് അതിൻ്റെ ഫോം എന്തായിരുന്നു, ഇക്വേഷൻ Pn equal to Pn-1 minus f of Pn-1 into Pn-1 minus Pn-2 divided by എന്താണ് f of Pn-1 minus f of Pn-2. ഓക്കെ, അപ്പോൾ നമ്മൾ സീക്കൻഡ് മെത്തേഡിൽ നമുക്ക് രണ്ട് ഇനീഷ്യൽ അപ്രോക്സിമേഷൻസ് ഉണ്ടായിരുന്നു, P0 P1. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു ഈ ഒരു മെത്തേഡ് സീക്കൻഡ് മെത്തേഡ് പോലെ തന്നെയാണ്, എക്സ്ട്രാ ഒരു ബ്രാക്കറ്റിംഗ് എന്നുള്ള ആ ഒരു ബൈസെക്ഷൻ്റെ ആ ഒരു കൺസെപ്റ്റും കൂടെ വരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഫസ്റ്റ് നമ്മൾ P0 P1 ആയിട്ടുള്ള ഇനീഷ്യൽ അപ്രോക്സിമേഷൻസ് ചൂസ് ചെയ്യണം. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ തന്നെ f of P0 അതുപോലെ f of P1 കാൽക്കുലേറ്റ് ചെയ്യണം. അത് ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് P2 എന്ന് പറഞ്ഞ ആളെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എന്ത് വെച്ചിട്ട്, നമ്മൾ സീക്കൻഡ് മെത്തേഡ് വെച്ചിട്ട്, അതായത് Pn എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു സീക്കൻഡ് മെത്തേഡിൽ, Pn ഈക്വൽ ടു
minus 1 minus f of Pn minus 1 into Pn minus 1 Pn minus 2 divided by f of Pn minus 1 minus f of Pn minus 2. അതായത് നമ്മുടെ സീക്വൻറ്റ് മെത്തേഡ്. അപ്പോൾ P2 നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം? P1 minus f of P1 into P1 minus P0 divided by f of P1 minus f of P0. ഓക്കെ, നമ്മളിതുപോലെ നമ്മളെന്താണ് P2 നമ്മൾ സീക്വൻറ്റ് മെത്തേഡിലുള്ള പോലെ കാൽക്കുലേറ്റ് ചെയ്യണം. ആദ്യം നമ്മൾ P0 P1 ആയിട്ടുള്ള ഇനീഷ്യൽ അപ്രോക്സിമേഷൻ ചൂസ് ചെയ്തു, ഇത് കാൽക്കുലേറ്റ് ചെയ്തു. P2 നമ്മൾ സീക്വൻറ്റ് മെത്തേഡ് വെച്ചിട്ട് കണ്ടു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? P3 കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, നമ്മൾ P2 നമ്മൾ സീക്വൻറ്റ് മെത്തേഡിൽ P2നെ നമ്മൾ എങ്ങനെ വേർഡ്സിൽ പറഞ്ഞിരുന്നത്? എന്താണ്? x intercept of the line joining P0 F. ആ ഒരു ഗ്രാഫൊക്കെ ഓർമ്മ ഉണ്ടോ? നമ്മൾ ഗ്രാഫൊക്കെ വെച്ചിട്ട് പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഡൗട്ട് ഉള്ളത് എന്ത് ചെയ്യാം, നമ്മൾ ആ ഒരു കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ എടുത്ത് കാണുക കേട്ടോ. ഓക്കെ, എന്താണ് നമ്മൾ P2 കണ്ടു, ഇനി P3 കാണണം. അപ്പോൾ P3 കാണാൻ നമുക്ക് P2 കിട്ടി. അപ്പോൾ P2 നമ്മൾ f of P2 കാൽക്കുലേറ്റ് ചെയ്യുക. അതുപോലെ എന്ത് ചെയ്യണം? f of P1 കാൽക്കുലേറ്റ് ചെയ്യണം. അത് ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ ഈ P3 എവിടെ കിടക്കും? ഈ P3 എന്ന് പറഞ്ഞ ആള് ഏതിന്റെ ഇടയിലുണ്ടാവും? P3 എന്ന് പറഞ്ഞ ആള് എന്താണ്? x intercept of the line joining P1 f of P1 and P2 f of P2. P0 P1 എടുത്തു, P2 നമ്മൾ സീക്വൻറ്റ് മെത്തേഡ് വെച്ചിട്ട് പറഞ്ഞു. ഈ സീക്വൻറ്റ് മെത്തേഡ് വെച്ചിട്ട് P2 എന്ന് പറഞ്ഞാൽ ആരാണ് ഇത് പറഞ്ഞത്? അപ്പോൾ എന്താണ്? f of P2 കാൽക്കുലേറ്റ് ചെയ്യുക. f of P1 നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ P3 എന്നുള്ള ആള് P2 P1 ഉള്ളിലായിരിക്കും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ P3 എന്ന് പറഞ്ഞ ആള് എവിടെ ബിലോങ് ചെയ്യും? P0 P1 ബിറ്റ്വീനിലായിരിക്കും. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ P3 ആരുടെ ഇടയിലായിരിക്കും? P1 P2 ബിറ്റ്വീനിലായിരിക്കും. ഇത് രണ്ടിൻ്റെ ഇടയിലായിരിക്കും. അതുപോലെ P3 ഇഫ് നോട്ട് ഇങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ, ഇത് ലെസ് ദാൻ 0 അല്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? P3 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അപ്പോൾ P3 ന്റെ ഇടയിലാണ് കിട്ടി. P3 അപ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? P3 ഈക്വൽ ടു നമ്മൾ എന്താണ് സീക്വൻറ്റ് മെത്തേഡിൽ ഫോർമുല യൂസ് ചെയ്യാം. ഇത് ഏതിന്റെ ഇടയിലാണ് നമ്മൾ എന്തിനാണ് എടുക്കുന്നത്? നമുക്ക് ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ P3 കാൽക്കുലേറ്റ് ചെയ്യും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? f of P3 കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ f of എന്താണ് P2 കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. f of P3 into P2 ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ നമ്മളെ P4 എന്ന് പറഞ്ഞ അടുത്ത ആൾ എവിടെ എടുക്കും? P2 P3 ഇടയിലായിരിക്കും, ബിറ്റ്വീനിലായിരിക്കും. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യാം? നമ്മൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് P1 P2 P3 P4 എക്സെട്ര നമ്മൾ എന്താണ് നമ്മൾ ഒറിജിനൽ റൂട്ടായിട്ട് Pയിലോട്ട് എത്തും. ഓക്കെ, ഇതാണ് മെത്തേഡ് പറയുന്നത്. നമ്മളൊരു പ്രോബ്ലം ചെയ്യാം, അപ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും കേട്ടോ. നമ്മൾ ചെയ്ത പ്രോബ്ലം തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ന്യൂട്ടൺസ് മെത്തേഡിലും അതുപോലെ സീക്കൻഡ് മെത്തേഡിലും നമ്മൾ പറഞ്ഞ അതേ പ്രോബ്ലം തന്നെയാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്. ടെസ്റ്റ് ചെയ്ത് നോക്കാം.
use the method of false position is find a solution to x equal to cos x and compute the approximations with those and compare the approximation with those by Newton's method. നമ്മളിത് റെഗുലർ ഫാൾസി മെത്തേഡിൽ ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം, ന്യൂട്ടൺസ് മെത്തേഡിലും അതുപോലെ സീക്കൻഡ് മെത്തേഡിലും നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. അത് രണ്ടുമായിട്ട് കമ്പയർ ചെയ്യണം. അത്രയാണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യാൻ പോവാണ്. എന്ത് ചെയ്യണം, നമ്മൾ എഫ് ഓഫ് എക്സ് ഇവിടെ ആരാണ്, കോസ് എക്സ് മൈനസ് എക്സ് ഈക്വൽ ടു 0. കോസ് എക്സ് മൈനസ് എക്സ് ആണ് നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. നമ്മൾ സീക്കൻഡ് മെത്തേഡിൽ നമ്മൾ എടുത്തിരുന്നു എന്താണ്, പി നോട്ട് 0.5 ആയിട്ടും P1 എന്താണ് 5/4 ആയിട്ടും ഇത് രണ്ടും ഇനീഷ്യൽ അപ്രോക്സിമേഷൻ ആയിട്ട് നമ്മൾ എടുത്തു. ഇനീഷ്യൽ അപ്രോക്സിമേഷൻ ഇത് നമ്മൾ ഇനീഷ്യൽ അപ്രോക്സിമേഷൻ ആയിട്ട് ചൂസ് ചെയ്തു. P0ന് P1ന് ഇതെങ്ങനെ എടുത്തതെന്നൊക്കെ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, എഫ് ഓഫ് പി നോട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ എഫ് ഓഫ് പി നോട്ട് എന്ത് വരും, എഫ് ഓഫ് 0.5. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കോസ് 0.5 മൈനസ് 0.5 ഇതിൻ്റെ വാല്യൂ 0.377582. ഇതെന്താണ്, ഗ്രേറ്റർ ദാൻ 0 ആണ്. അടുത്ത എഫ് ഓഫ് P1 കാൽക്കുലേറ്റ് ചെയ്യുക. എഫ് ഓഫ് P1 എഫ് ഓഫ് 5/4 അല്ലേ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, നെഗറ്റീവ് വാല്യൂ വരുന്ന 0.07829. ഇതെന്താണ്, ലെസ് ദാൻ 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, എഫ് ഓഫ് പി നോട്ടും എഫ് ഓഫ് P1 ഓപ്പോസിറ്റ് ആണ് അല്ലേ. അതായത് ഇവരുടെ രണ്ടിൻ്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ലെസ് ദാൻ 0 ആയിട്ടാണ് അല്ലേ. നമ്മളൊരു എന്താണ് രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ലെസ് ദാൻ 0. ഇപ്പോൾ ഇവർ രണ്ടും ഓപ്പോസിറ്റ് സൈൻ ആകുമ്പോൾ അല്ലേ. ഒന്നുകിൽ ഇതെന്താണ്, എഫ് ഓഫ് പി നോട്ട് ഗ്രേറ്റർ ദാൻ 0 ആണ്, എഫ് ഓഫ് P1 ലെസ് ദാൻ 0 ആണ്. അപ്പോൾ എഫ് ഓഫ് P1 ഇൻറ്റു എഫ് ഓഫ് പി നോട്ട് ആരാണ്, ലെസ് ദാൻ 0 ആണ്. ഓക്കെ, അപ്പോൾ റൂട്ട് 8ൻ്റെ ഉള്ളിലാണ് എടുക്കുക, പി നോട്ടിൻ്റെയും P1ൻ്റെ ഇടയിലാണ്. അപ്പോൾ P2 എന്ന് പറഞ്ഞ ആള് ബിലോങ് ചെയ്യുന്നത് പി നോട്ടിൻ്റെയും P1ൻ്റെ ഇടയിലാണ്. അപ്പോൾ നമുക്ക് P2 കാൽക്കുലേറ്റ് ചെയ്യാം. P2 കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ആരെ വെച്ചിട്ടാണ്, സീക്കൻഡ് മെത്തേഡിലെ നമ്മൾ ആ ഇക്വേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ സീക്കൻഡ് മെത്തേഡിന് നമുക്ക് എന്താ പറയുക, Pn ഈക്വൽ ടു Pn മൈനസ് 1 മൈനസ് എഫ് ഓഫ് Pn മൈനസ് 1 ഇൻറ്റു Pn മൈനസ് 1 മൈനസ് Pn മൈനസ് 2 ഡിവൈഡഡ് ബൈ എഫ് ഓഫ് Pn മൈനസ് 1 മൈനസ് എഫ് ഓഫ് Pn മൈനസ് 2. ഫോർ n ഈക്വൽ ടു 2 നമുക്കെന്ത് പറയാം, P2 ഈക്വൽ ടു എന്താണ്, P1 മൈനസ് എഫ് ഓഫ് P1 ഇൻറ്റു P1 മൈനസ് പി നോട്ട് ഡിവൈഡഡ് ബൈ എഫ് ഓഫ് P1 മൈനസ് എഫ് ഓഫ് പി നോട്ട്. നമ്മൾ കറസ്പോണ്ടിങ് വാല്യൂസ് ഒക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, P1 ആരാണ്, 5/4 ആണ്. പിന്നെ എഫ് ഓഫ് P1 എന്താണ്, ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ വാല്യൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. P1 മൈനസ് പി നോട്ട് കാൽക്കുലേറ്റ് ചെയ്യുക, എഫ് ഓഫ് P1 മൈനസ് എഫ് ഓഫ് പി നോട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വാല്യൂ കിട്ടും, 0.7363841388 കിട്ടും. അതെന്താണ്, ഗ്രേറ്റർ ദാൻ, സോറി ഇതിൻ്റെ ആവശ്യമില്ല, അവിടെ ഗ്രേറ്റർ ദാൻ 0 എഴുതിയിട്ടുണ്ട്, അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. P2 അല്ലേ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ അടുത്ത എഫ് ഓഫ് P2 കാൽക്കുലേറ്റ് ചെയ്യും. എഫ് ഓഫ് P2 എന്ന് പറയുമ്പോൾ എന്താണ്, കോസ് P2ൻ്റെ സ്ഥാനത്ത് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലേ. ഓക്കെ, എക്സിൻ്റെ സ്ഥാനത്ത് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, കോസ് ഈ 0.73 മൈനസ് ഇത് വാല്യൂ അല്ലേ. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 0.045177185 കിട്ടും. ഇതാരാണ്, ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ എഫ് ഓഫ് P2 പോസിറ്റീവ് ആണ് അല്ലേ. അപ്പോൾ ഇനി ഈ അടുത്ത റൂട്ട് നമ്മൾ അടുത്ത ഇറ്ററേഷൻ P3, അതായത് അടുത്ത റൂട്ട് P3 ആരുടെ ഇടയിൽ കിടക്കും നോക്കണം. അപ്പോൾ P3 നോക്കുക, പി നോട്ടും P1 ഓപ്പോസിറ്റ് സൈൻ ആയപ്പോൾ ഈ പി നോട്ടിൻ്റെ P1ൻ്റെ ഇടയിൽ P2 കിടന്നു. ഇനി ഈ P2 അടുത്ത P3 ആരുടെ ഇടയിൽ നോക്കും, പി നോട്ടിൻ്റെ P1ൻ്റെ ആണോ അതോ P1ൻ്റെ P2ൻ്റെ ഇടയിലാണോ നോക്കണം. അപ്പോൾ ഈ P2 എഫ് ഓഫ് P2 പോസിറ്റീവ് ആണ് അല്ലേ. അപ്പോൾ ഓപ്പോസിറ്റ് എഫ് ഓഫ് P2നെ പിന്നെ നമ്മൾ ആ എഫ് ഓഫ് പി നോട്ടും
പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ ലെസ് ദാൻ 0 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ P20 P0ന്റെ ഇടയിലാണ് P3 എന്ന് പറയാം. തിരിച്ചാണെന്നെങ്കിൽ എഫ് ഓഫ് P2 എഫ് ഓഫ് P1ഉം പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലെസ് ദാൻ, അതായത് രണ്ട് ഓപ്പോസിറ്റ് സൈൻ ആണെന്നുണ്ടെങ്കിൽ റൂട്ട് അതിൻ്റെ ഉള്ളിലാണ് ഉള്ളതെന്ന് പറയാം. അപ്പോൾ ഇവിടെ നോക്കുക, ഈ എഫ് ഓഫ് P2 ഗ്രേറ്റർ ദാൻ 0 ആണ്, എഫ് ഓഫ് P0 ഗ്രേറ്റർ ദാൻ 0, രണ്ടും ഒരേ സൈനാണ്. അപ്പോൾ എന്താണ്, അതിൻ്റെ ഇടയിലല്ല റൂട്ട് കിട്ടും അല്ലേ. പിന്നെ എന്താണ്, ഇയാളും പോസിറ്റീവാണ് ഇയാളും നെഗറ്റീവാണ്. അപ്പോൾ റൂട്ട് ഏതിൻ്റെ ഇടയിലാണ്? P3 എന്ന് പറഞ്ഞ റൂട്ട് P2ൻ്റെയും P1ൻ്റെയും ഇടയിലാണ്. ഓക്കെ, അപ്പോൾ P2, അപ്പോൾ നമുക്ക് എന്ത് പറയാം, therefore P lies between P1 equal to pi by 4 and എന്താണ് P2 equal to നമ്മളെ ഈ വാല്യൂ 0.7363841 ഈ രണ്ട് വാല്യൂൻ്റെ ഇടയിലാണെന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഈ അടുത്ത സ്റ്റെപ്പിൽ ആരാണോ നമ്മൾ ഈ P3യെ കാൽക്കുലേറ്റ് ചെയ്യും. P3 ഇപ്പോൾ ഇതിൻ്റെ ഇടയിലാണെന്ന് പറഞ്ഞു. നമ്മൾ ഈ P3 നമ്മൾ റൂട്ടായിട്ട് എന്നുള്ള നിലക്ക് അവിടെ P കൊടുത്തു കേട്ടോ. P3 എന്ന് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അടുത്ത് കാണണം അല്ലേ, P3 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഏതിൻ്റെ ഇടയിലാന്ന് പറഞ്ഞു, P2ൻ്റെയും P1ൻ്റെ ഇടയിൽ. അപ്പോൾ നമ്മൾ P2 മൈനസ് എഫ് ഓഫ് P2 ഇൻറ്റു P2 മൈനസ് P1 ഡിവൈഡഡ് ബൈ എഫ് ഓഫ് P2 മൈനസ് എഫ് ഓഫ് P1. കറസ്പോണ്ടിങ് വാല്യൂസ് ഒക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് P3 എന്ത് കിട്ടും, 0.7390 കിട്ടും. which is equal to 0.7390581392. നമ്മൾ എന്ത് ചെയ്യാം, എഫ് ഓഫ് P3 ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 0.0004517723 ഗ്രേറ്റർ ദാൻ 0 കിട്ടും. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഈ അടുത്ത ഇറ്ററേഷനിൽ പോകണം അല്ലേ. അപ്പോൾ അടുത്ത ആളിലോട്ട് പോകാൻ P4 കാണണം. അപ്പോൾ ഈ P4 ഏതിൻ്റെ ഇടയിലാണ് നോക്കണം. അപ്പോൾ P4, അപ്പോൾ എഫ് ഓഫ് P2 നമുക്ക്, അപ്പോൾ ഇതെന്താ, എഫ് ഓഫ് P3 പോസിറ്റീവാണ് കിട്ടിയത് അല്ലേ. അപ്പോൾ എന്താണ്, P2ൻ്റെയും P3ൻ്റെ ഇടയിലാണോ? അല്ല. കാരണം എന്താണ്, എഫ് ഓഫ് P3 പോസിറ്റീവാണ്, എഫ് ഓഫ് P2 പോസിറ്റീവാണ്. അപ്പോൾ രണ്ടും ഒരേ സൈനാണ്. അപ്പോൾ P2ൻ്റെയും P3ൻ്റെ ഇടയിലല്ല P4 എന്ന് കിട്ടും. അപ്പോൾ പിന്നെ P1 നോക്കാം. എഫ് ഓഫ് P1 ഇയാളെന്താണ്, ലെസ് ദാൻ 0 ആണ് അല്ലേ. അപ്പോൾ ഈ P3ൻ്റെയും P1ൻ്റെ ഇടയിലാണ് P4 എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ ബൈസെക്ഷൻ മെത്തേഡും സീക്കൻഡ് മെത്തേഡും രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ മെത്തേഡ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് P4 എന്ന് പറഞ്ഞാൽ, അതായത് അടുത്ത P ഇതിൻ്റെ ഇടയിലാണ്, ലൈസ് ബിറ്റ്വീൻ P1 ആൻഡ് P3. ഇനി അടുത്ത് എന്ത് ചെയ്യണം, നമ്മൾ P4 കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ ഈ ഒരു സീക്കൻഡ് മെത്തേഡ് വെച്ചിട്ട് P4 കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് വരും, നമ്മൾ ഇക്വേഷൻ എന്ത് വരും, P3 മൈനസ് എഫ് ഓഫ് P3 ഇൻറ്റു P3 മൈനസ് P1 ഡിവൈഡഡ് ബൈ എഫ് ഓഫ് P3 മൈനസ് എഫ് ഓഫ് P1. അങ്ങനെ എന്ത് ചെയ്യുക, നമ്മളെ സ്റ്റെപ്പ് പ്രോസസ്സ് എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, നമുക്ക് എന്താണ്, നമ്മളെ റൂട്ട് കിട്ടും. നമ്മളെ എത്ര ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഇത്ര എന്താണ് ആൾ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ അല്ലെങ്കിൽ ഇത്ര ഡെസിമൽ പ്ലേസ് ഈക്വലായി വരുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ 10⁻³ 10⁻⁴ ഇവരുടെ ഈ ഇതിലോട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ 4 ഡെസിമൽ പ്ലേസ് ഈക്വൽ ആണോ നോക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക്, അപ്പോൾ അടുത്ത എന്താണ് ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ നമ്മൾ ഈ ഒരു എന്താണ് 3 നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ള, ഇപ്പോൾ ഈ ഫാൾസ് പൊസിഷനിൽ നമ്മൾ ചെയ്യണ ഈ ഒരു ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, സീക്കൻഡ് മെത്തേഡ് ന്യൂട്ടൺ മെത്തേഡും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് സീക്കൻഡ് മെത്തേഡിലും ന്യൂട്ടൺ മെത്തേഡിലും കിട്ടിയിട്ടുള്ള സൊല്യൂഷൻ ഇവിടെ എടുത്ത് ചെയ്താൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫാൾസ് പൊസിഷനിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, നമ്മൾ n = 0 1 2 3 4 5 6, ഇവിടെ 0.5 ആണ് വാല്യൂ. ഇവിടെ എന്താണ് 0.7853981635. ഇവിടെ വരുന്നത് 0.7363841388. ഇവിടെ വരുന്നത് 0.7390581392, 0.739085. ഓക്കെ, 86 ആണ് അല്ലേ, 8638. 0.7390851305,
0.739085132. ഓക്കെ, ഇവിടെ നമ്മൾ അടുത്ത സീക്കൻഡ് മെത്തേഡിൻ്റെ അതുപോലെ ന്യൂട്ടൺ മെത്തേഡിൻ്റെ എന്ത് ചെയ്യുക, നമ്മൾ ആ കിട്ടിയിട്ടുള്ള വാല്യൂസ് ഇവിടെ എടുത്ത് ചെയ്യുക. ഓക്കെ, നമ്മളെന്താണ് ഈ ക്വസ്റ്റ്യന് കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ ബൈസെക്ഷൻ മെത്തേഡിൽ നമുക്ക് ബ്രാക്കറ്റിങ് നമ്മൾ പി എന്നുള്ളതിലോട്ട് ഇങ്ങനെ എന്താണ് ആ ഇൻ്റർവെല്ലിൽ നോക്കി ഇങ്ങനെ വരികയാണ് ചെയ്തിരുന്നത്. പിന്നെ നമ്മൾ ന്യൂട്ടൺ മെത്തേഡിനും സീക്കൻഡ് മെത്തേഡിനും നമ്മൾ ആ ഒരു ഫോർമുല പഠിക്കണം. നമ്മൾ അടുത്ത എന്താണ് ഈ മെത്തേഡ്, ഇപ്പോൾ റെഗുലർ ഫാൾസി മെത്തേഡ് അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് ഫാൾസ് പൊസിഷൻ എന്നുള്ളതിൽ എന്താണ് നമ്മുടെ സീക്കൻഡ് മെത്തേഡിനെയും ബൈസെക്ഷൻ മെത്തേഡിനെയും നമ്മൾ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ മെത്തേഡ്. ഓക്കെ, ഇത്രയാണ് നമ്മളെ നോട്ട് 10. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്.